ഹായ് ഹലോ ഗൈസ്. എടാ ഞാനല്ലാടാ പറയണ്ടേ. ഓ എന്നാ നിങ്ങൾ പറഞ്ഞോ എൻ്റെ അമ്മോ. ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാണ് പോകാൻ പോകുന്നത്? ഓക്കെ ഗൈസ്, ഇന്ന് നമ്മൾ KSRTC ബസ്സിൽ ഊര് കണ്ടാൻ പോവുകയാണ്. എടാ ചുമ്മാ ഇരിയടാ, ആനവണ്ടി ഫാൻസ് നിന്നെ പഞ്ഞിക്കിടും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ഈ ഒരു ട്രിപ്പിന് പോകാൻ പോവാണ്. എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കാണ് നമ്മൾ കണ്ണൂർ, കാഞ്ഞങ്ങാട്, പാണത്തൂർ ഒക്കെ ആ ഒരു റൂട്ടിലായിരിക്കും പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും പോയിൻ്റ് ടു പോയിൻ്റ് അല്ല, ഇങ്ങനെ നിർത്തി പോകുന്ന ആ ഒരു ഇതാണ്. അപ്പോൾ എന്തായാലും ഇന്നലെയാണ് നമുക്ക് ഈ ട്രിപ്പ് വന്നത്. KSRTCയിലേക്ക് ഡ്രൈവർ ഇല്ല, അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞായിരുന്നു, നൈറ്റ് എക്സ്പ്രസ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്കും വേറെ പണിയൊന്നുമില്ല, അപ്പോൾ ഞാൻ എടുത്തോളാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ഫ്രണ്ട് കാര്യം ഒക്കെ സീനാണ്. ഫ്രണ്ട് നമ്മൾ ഈ ഒരു എൻജിൻ കവർ, അതായത് ബോണറ്റ് പൊക്കി വെച്ചേക്കുവാണ്. ഓക്കെ, ATC 236. ഓക്കെ, എന്തായാലും നമുക്കിനി ടൈമും കാര്യങ്ങളൊന്നും കളയാനില്ല, നേരെ നമുക്ക് പറന്നടിച്ച് പോവാം. ഓക്കെ, ലൊക്കേഷനൊക്കെ ഇട്ട് തന്നിട്ടുണ്ട് അവർ. ലൊക്കേഷൻ അത് നോക്കി വേണം നമ്മൾ പോകാൻ. നമ്മളിത് പെർമനൻ്റ് അല്ല, ടെമ്പററി ആയിട്ടാണ് നമ്മൾ. എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രൈവർ ഇല്ലാത്തപ്പോൾ മാത്രമേ നമ്മളെ വിളിക്കാറുള്ളൂ. ഓക്കെ, ഇത് ടയറൊക്കെ ഒരു ഗോൾഡൻ ഫിനിഷിങ്ങിൽ വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ ഇൻറ്റീരിയറിലോട്ട് കയറുമ്പോൾ തന്നെ ടാറ്റയുടെ വണ്ടിയാണ് കേട്ടോ, ടാറ്റയുടെ ചേസ് വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും സ്റ്റിയറിംഗ് ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ടാറ്റയുടെ ആ ഒരു വണ്ടി. നമ്മളെന്തായാലും സീറ്റിംഗ് പൊസിഷനൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. വേണ്ട നിൽക്കുന്ന നമ്മുടെ കണ്ടക്ടർ, പോയി മൊത്തം കർട്ടൻ മൊത്തം തുറക്കടാ. ഓക്കെ എന്നാൽ ഇപ്പോൾ പോയി തുറന്നേക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ സൈഡിൽ നമുക്ക് തന്നെ അങ്ങ് തുറക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നേരെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എടുത്തുകൊണ്ട് അങ്ങ് പോകും. അവിടെ കുറച്ച് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ സൈഡിൽ നമ്മൾ തുറന്ന് വൃത്തിയായിട്ട് ഇനി അവൻ ചെന്ന് അവിടുത്തെ എല്ലാം തുറക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും ഇവിടുന്ന് വണ്ടി എടുത്തേക്കാം. ഓക്കെ, അവിടെ കുറേ പേര് നിൽക്കുന്നുണ്ട്, അവരെല്ലാം പിക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതേ മഴയും തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ടൈമൊന്നും കളയാതെ അങ്ങോട്ട് പോകാം. എന്തായാലും ടൈം ആയില്ലായിരുന്നു, നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഓക്കെ, കറക്റ്റ് ടൈമിന് തന്നെ വണ്ടി എടുക്കണം. നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് അങ്ങോട്ട് വീണില്ല, ഗിയർ ചേഞ്ച് ചെയ്തിട്ടേ, പഴയ വണ്ടിയല്ലേ. ഓക്കെ, എന്തായാലും പതുക്കെ നമ്മൾ എടുത്ത് മെയിൻ റോഡ് എത്തിയിട്ട് നമുക്ക് ഇച്ചിരി ഫാസ്റ്റ് ആക്കാം വണ്ടി. ഓക്കെ, നൈറ്റ് എക്സ്പ്രസ് ആണ്, അതുകൊണ്ട് ഫുള്ള് വൈബായിരിക്കും. ഈ ആൻറ്റിമാർ വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് മാറത്തില്ല. ഓക്കെ, എന്തായാലും 2 പേരേ ഉള്ളൂ, അവരെ കൂടെ കയറ്റിയിട്ട് എന്തായാലും നിങ്ങൾ അന്ന് അങ്ങോട്ടങ്ങ് വന്ന് കയറിയാൽ പോരെ. ഇനിയും അവരുടെ VIP എൻട്രി. എന്നാൽ ഞാൻ കർട്ടനെല്ലാം പോയി തുറന്നിട്ടുണ്ട്. ഇനി എന്തുവാ ചെയ്യണ്ടേ? ഇനി നമ്മൾ ആൾക്കാർ കയറുന്ന സമയത്ത് നീ ആ ഡോറൊന്ന് തുറന്നു കൊടുത്താൽ മതി. ഓക്കെ എന്നാൽ സെറ്റ്, എന്നാൽ അങ്ങനെ ചെയ്യാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ലോങ് ട്രിപ്പ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മഴയൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടുന്ന് റൈറ്റാണ് എടുക്കേണ്ടത്. ഓക്കെ, വണ്ടിയൊന്നും ഇല്ല, ആ ചെറുക്കനോടെ പോയിട്ട്. ഓക്കെ, അവനെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടാണ് പോകുന്നത്. അവൻ പോയിട്ട് നമുക്ക് വണ്ടി എടുക്കാം. ഓക്കെ, വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നൈസായിട്ട് റൈറ്റിലേക്ക് വളച്ചങ്ങ് എടുക്കാം. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞ് വീഡിയോ എടുക്കാം, കാരണം ഇവിടെ ഫുള്ള് ട്രാഫിക്കും ബ്ലോക്കും ഒക്കെയാണ്. അങ്ങനെ നമ്മുടെ വണ്ടിക്കൊരു മുട്ടൻ പണി കിട്ടിയിരിക്കുവാണ് ഗൈസ്. എന്താണെന്ന് അറിയത്തില്ല, വണ്ടി ഇവിടെ വെച്ച് ഓഫായി പോയി. നമ്മൾ ജസ്റ്റ് സൈഡിലോട്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും സ്റ്റാർട്ടൊന്നും ആവുന്നില്ല, ഞാൻ നോക്കിയിട്ട്. എങ്ങനെയാലും ഞെക്കി സ്റ്റാർട്ടാക്കാൻ നോക്ക്. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവിടെ വണ്ടികൾ പോലും വരത്തില്ല. ആനയും പുള്ളിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. എടാ ഞാനതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കുക, നടക്കുന്നില്ല. എന്തായാലും മഴയാണ് ഗൈസ്. മഴയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്താണ് സംഭവം എന്നൊക്കെ. ഫ്യൂവൽ തീർന്നതൊന്നുമല്ല ഗൈസ്, കാരണം ഡീസൽ ഫുൾ ടാങ്ക് ഉണ്ട്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തിട്ടും വണ്ടി ശരിയാവുന്നില്ല ഗൈസ്. ഞാൻ നോക്കിയിട്ട് ഒന്നും നടക്കുന്നില്ല. KSRTC സ്റ്റാൻഡിൽ വിളിച്ച് പറഞ്ഞ് അവർ വേറെ വണ്ടി വിട്ടിനി കൊണ്ടുപോകണം ആൾക്കാർ. അതേ ഒരു വഴിയുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ഒരു ഭാഗ്യത്തിന് വണ്ടി റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്കകത്ത് പാസഞ്ചറായിട്ട് ഒരു മെക്കാനിക് അണ്ണൻ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ പോലീസുകാരൊക്കെ നിർത്തിയിട്ടുണ്ട്, എന്തോ സംഭവം എന്നറിയാൻ വേണ്ടി. നമ്മൾ പറഞ്ഞായിരുന്നു പോലീസുകാരൊക്കെ വന്ന് റെഡിയാക്കാനും കാര്യങ്ങളൊക്കെ നോക്കി. എന്തായാലും ആ പുള്ളി ഒരു മെക്കാനിക്കാണ്, പുള്ളി റെഡിയാക്കി തന്നു ഗൈസ്. അതേ വണ്ടി റോഡിലോട്ട് കിടക്കുന്നുണ്ട്, കുറച്ച് പേര് ചേർന്ന് തെള്ളി സെറ്റാക്കിയിട്ടുണ്ട്. എന്തായാലും വണ്ടി സ്റ്റാർട്ടായില്ല, ഇനി വഴി കിടക്കുമെന്നുള്ള പേടി വേണ്ട. അതാ, എന്തായാലും പോലീസുകാരൊക്കെ നിർത്തി. ഓക്കെ, താങ്ക് യു സാറേ, താങ്ക് യു. ഓക്കെ, പുള്ളിക്കാരൻ നിർത്തിയതാണ് നമുക്ക് വേണ്ടി. ഇപ്പോൾ ജസ്റ്റ് മിസ്, ഇപ്പോൾ സൈഡ് വരഞ്ഞേനെ. ഓക്കെ, എന്തായാലും അങ്ങനെ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. കയറ്റം വലിക്കാനൊരു ചെറിയ പാട് പെടുമെന്നാണ് ആ പുള്ളി പറഞ്ഞത്. ഓക്കെ, എന്തായാലും നോക്കാം, നമുക്ക് പറ്റുന്ന പോലെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ കൊടും കാടൊക്കെയാണ് ഗൈസ്. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്, ഇവർക്ക് പേടിയൊന്നും ഇല്ലേ നൈറ്റ്? എന്നാ പോക്കാൻ പോയ
പൊളിച്ച്. അങ്ങനെ നമ്മൾ അവിടെ ഒരു ട്രെയിലർ അവൻ്റെ കഴപ്പ് കാരണം വണ്ടി കുത്തിക്കയറ്റി, ആ ട്രെയിലർ കുത്തിക്കയറ്റി അവിടെ പണി കിട്ടി കിടക്കുവാണ്. എന്തായാലും നമ്മൾ അവിടെ നിന്ന് വണ്ടി രക്ഷാപ്രവർത്തനം ചെയ്ത് മാറ്റാൻ നിന്നെയാണ്. എന്തായാലും ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക്, അതുകൊണ്ടാണ് അവർ നമ്മളെ പറഞ്ഞു വിട്ട് ഗൈസ്. അവിടെ പോലീസൊക്കെ വന്ന് നമ്മളെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. എന്തായാലും ഈ വണ്ടി ആണ്ട് രക്ഷപ്പെട്ടു. നമ്മളെ ടൂറിസ്റ്റ് ബസ്സും കൊണ്ട് വല്ലതും വന്നായിരുന്നെങ്കിൽ ഇപ്പം ഇവിടെ നിന്ന് രക്ഷാപ്രവർത്തനമൊക്കെ ചെയ്തിട്ടേ പോകാൻ പറ്റത്തുള്ളായിരുന്നു. അതുകൊണ്ട് എന്തായാലും ഒരു ഭാഗ്യമുണ്ട്. ഇവിടെ ഈ ട്രെയിലർ ഈ ഒരു ചെറിയ റൂട്ടിൽ കൂടെ വരുമ്പോൾ നല്ല പെതുക്കെയാണ് വരേണ്ടത്. ഇവന്മാർ നമ്മൾ പോകുന്ന ഇതിൽ കുത്തിക്കയറ്റാൻ നോക്കിയത്, അതോ അവൻ ഇനി വണ്ടി ഓടിക്കാൻ അറിയാത്തതാണോ എന്ന് അറിയത്തില്ല. അടിപൊളിയായിട്ട് കുത്തിക്കയറ്റി. എന്തായാലും ഇവിടെയാണ് ഈ ബാരിയറിലൊക്കെ തങ്ങി അങ്ങ് നിന്നോളും. ഓക്കെ, ഒരു മുട്ടൻ കയറ്റം വരുന്നുണ്ട് ഗൈസ്, വലിക്കുമോ എന്നറിയത്തില്ല വണ്ടി. ഓക്കെ, അതുപോലെ തന്നെ നല്ല മഴയും ഈ ഇങ്ങനെ വിട്ട് ഇടവിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നൈറ്റിൽ നമുക്ക് പണിയാണ്. ഓക്കെ, എന്തായാലും കറക്റ്റ് ടൈമിന് അവിടെ എത്താൻ പറ്റുമോ എന്നറിയത്തില്ല. ഈ ഒരു സ്പീഡിൽ പോയാൽ ദേണ്ട വരുന്ന ട്രെയിലർ. അയ്യോ, ഈ ട്രെയിലർ ഡ്രൈവർമാർക്ക് മൊത്തം വട്ടാണ് ഗൈസ്. അവന്മാർ വളവ് വളച്ച കണ്ടായിരുന്നു സെറ്റായിട്ട്. ആ ട്രെയിലറിൻ്റെ കൺട്രോൾ ഇപ്പോൾ പോയേനെ, അതുപോലത്തെ വളവാണ്. അതെ പോലീസൊക്കെ നിൽപ്പുണ്ടല്ലോ. കണ്ണ് വെട്ടിച്ചെങ്ങാണ്ട് പോയതാ ഗൈസ്, ഏതുകൊണ്ട് കടത്താൻ പോയതാ. അതാ പോലീസുകാരെയൊക്കെ ഇടിച്ചിട്ടിട്ട് ഇതേ കയറ്റം വലിക്കുന്നില്ല. വീണ്ടും ഇവിടെ വെച്ച് ഓഫ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ കയറ്റമൊക്കെ കയറി കഷ്ടപ്പെട്ട് റേസ് ചെയ്ത് വലിച്ച് കയറ്റി അങ്ങ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ഗിയറിലിട്ട് തന്നെ നമ്മൾ വലിച്ച് കയറ്റി അങ്ങ് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനിയും കുഴപ്പമില്ല, ഇനി ഫുൾ ഇറക്കവും കയറ്റമായിട്ടുള്ളതാണ്. ഒരു കയറ്റം വന്നാലും ഒരു ഇറക്കത്തുനിന്ന് ഇറങ്ങി അങ്ങ് പോയ ആ ഒരു സീനില്ല. അടിയൊക്കെ തട്ടാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ കുഴപ്പമില്ലാതെ പോവാം. അപ്പോൾ ഇവരൊക്കെ വേണ്ട വേറെ ബസ് കയറാൻ നിൽക്കുവാണെന്ന് തോന്നുന്നു. അല്ലേ നമ്മുടെ ബസ്സിനാണെങ്കിൽ അവർ കൈ കാണിച്ച് നിർത്താൻ പറഞ്ഞേനെ. ഓക്കെ, അടി തട്ടാൻ ഒരഞ്ഞ് കയറുവാണ് ഗൈസ്, പെതുക്കെ ഒരഞ്ഞ് കയറുവാണ്. എനിക്കറിയാം ഇവിടെ ഏത് വണ്ടി കൊണ്ടുവന്നാലും അടിതട്ടൽ ഉറപ്പാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ലൈക്കൊക്കെ കുറവാണ് ഗൈസ്, വളരെ കുറവാണ്. അപ്പം അതേ ഫുള്ള് സ്ലീപ്പർ ബസ്സൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് ചാനലൊന്ന് പവർ ആക്കി വെക്കുക ഗൈസ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഓക്കെ, ദേണ്ട പോകുന്നു. ട്രെയിലറൊക്കെ പോകുന്ന പോക്ക് കണ്ടോ ഗൈസ്, അവനെങ്ങാണ്ട് പോയി കയറിയിട്ടുണ്ട്. ഓക്കെ, അവൻ സേഫായിട്ടങ്ങ് പോയിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ ചെന്ന് വല്ല പണി ഒപ്പിക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മുടെ സെക്കൻഡ് നമ്മൾ താഴെ കൊടുത്തേക്കുന്ന എല്ലാ അക്കൗണ്ടും ഒന്ന് ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ 2 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും. അതൊക്കെ ഒന്ന് നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമ്മുടെ സെക്കൻഡ് ചാനൽ ഉണ്ടായിരുന്നു, അപ്പോൾ നമ്മളത് കളഞ്ഞു. കാരണം എനിക്ക് ഈ 2 ചാനൽ ഒരുമിച്ച് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല. അതാണ് മറ്റേ ചാനലിങ്ങനെ വീഡിയോ ഒന്നും ഇടാതെ കിടന്ന് നല്ല റീച്ച് കിട്ടുന്ന ടൈമാണെങ്കിലും വീഡിയോ ഒന്നും ഇടാതെ കിടന്ന് വ്യൂസ് കുറയുകയും അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചാനലൊക്കെ നിർത്തിയിട്ടുണ്ട്. ഇനി ഇതിന് ഒരു 1K സബ്ബൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാം. അതിനകത്ത് നിങ്ങൾ പറയുന്ന ഏതെങ്കിലുമൊക്കെ ഗെയിം ഇട്ട് നമുക്ക് കളിക്കാം. ഓക്കെ, അപ്പം എന്താണേലും ഇങ്ങനെ ഇത്രയും പെതുക്കെയാണ് വണ്ടി പോകുന്നത്. നമ്മളെന്തായാലും നിർത്തി സ്റ്റാർട്ടൊക്കെ ആക്കി അങ്ങ് പോകുവാണ്. എന്തായാലും കയറ്റത്ത് ഇവിടെ നിന്ന് പോയിട്ടുണ്ട്, അതാണ് നമ്മൾ സ്റ്റാർട്ടാക്കിയിട്ട് ഒന്നുകൂടെ പോകുന്നത്. ഇങ്ങനെ പോകാൻ മിക്കവാറും നമ്മൾ ഉച്ചയാകും അവിടെ എത്തണമെങ്കിൽ. എന്നാൽ ലോറിക്കാരനൊക്കെ പോകുന്ന പോലെ പോവാണ്. പിന്നെ അങ്ങനെ പോകാൻ ഇത് സൂപ്പറായിട്ട് എഞ്ചിനാണ് വെച്ചേക്കുന്നത്. അത്യാവശ്യം ടോർക്കും സ്പീഡും ഒക്കെ ഉള്ള ഒരു എഞ്ചിനാണ്. അപ്പം ഒന്നാമത് പഴയ വണ്ടി, അപ്പം ഈ ഒരു സ്പീഡൊക്കെ കാണത്തുള്ളൂ. അങ്ങനെയൊന്നുമില്ല, നമ്മൾ നാളെ കറക്റ്റ് രാവിലെ ആ ഒരു ടൈമിന് തന്നെ ആ ടൈം കീപ്പ് ചെയ്താൽ നമ്മളവിടെ എത്തിക്കോളും. അത് പിന്നെ ആണെങ്കിൽ കുഴപ്പമില്ല. അതെന്താ എന്നാ ഒരു പട്ടി നമ്മുടെ പുറകിൽ വന്ന് ഇടിച്ചു. ഒന്നേ ഓക്കെ ഗൈസ്, ഈ ട്രെയിലറുകാർ ഫുള്ള് നാശമാണ്. കണ്ടില്ലേ, നമ്മുടെ ബസ്സിൻ്റെ ബാക്കിൽ കൊണ്ട് ഇടിച്ചിട്ടുണ്ട്. നമ്മളെന്തായാലും ബ്രേക്ക് പിടിച്ച് നിർത്തിയോണ്ടാണ് മുന്നോട്ട് പോകാഞ്ഞത്. എന്തായാലും അവിടോട്ട് നിർത്തിയിട്ട് ബാക്കൊക്കെ ഒന്ന് നോക്കിയിട്ട് എന്തായാലും ചളങ്ങി നല്ലപോലെ വണ്ടിക്ക് നല്ല ഡാമേജ് പറ്റിയിട്ടുണ്ട്. എന്തായാലും ബാക്കൊന്ന് പോയി നോക്കാം. ഇവനെയൊക്കെ കൊണ്ട് ഈ ട്രെയിലർ യാത്രയിലെ ഇത് ക്യാൻസലാക്കണം, അങ്ങനെ ഒരു സംഭവം വരണം. ദേണ്ട കണ്ടോ, നമ്മുടെ വണ്ടി ബാക്കിലിരിക്കുന്നവർക്ക് എന്തായാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ. ചേട്ടാ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല, ഞങ്ങളൊക്കെ സേഫാണ്. ഭാഗ്യത്തിന് ആർക്കും കുഴപ്പമൊന്നുമില്ല. അത് നമ്പർ പ്ലേറ്റ് ഒക്കെ തിരിഞ്ഞിരിക്കുന്നു. ഇനിയും ടെയിൽ ലൈറ്റൊക്കെ കത്തുമെന്നാണ്. എന്തായാലും നമുക്ക് ട്രിപ്പ് എടുത്ത് കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി വിടാം. അവിടെ നിന്ന് ഇനിയും നാളെ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് നമ്മൾ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. നാളെ രാവിലെ അല്ല ഒരു നൈറ്റായി കഴിയുമ്പോൾ നമ്മൾ തന്നെ ഇതുപോലെ റിട്ടേൺ പോകണം. അപ്പോൾ ആ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ,
എന്തായാലും നമുക്ക് വണ്ടി എടുക്കാം. പക്ഷെ എന്തായാലും ബാക്ക് കൗള് ആ ബാക്ക് ഭാഗത്തെ സൈഡ് എന്തായാലും ഭാഗ്യം കൊണ്ടാണ് ആ ചില്ല് പൊട്ടാഞ്ഞത്. സൈഡിലെ ചില്ല് പൊട്ടേണ്ട ഒരു ഇതായിരുന്നു. നമുക്കെന്തായാലും ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് പോകും. അധികം ഇവിടെ നിൽക്കണ്ട, ഫുള്ള് ഡേഞ്ചറാണ്. ഓക്കെ, ഇവിടെ നമ്മുടെ ടൂറിസ്റ്റ് ബസ് ആയിരുന്നെങ്കിലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക ഗൈസ്. അയ്യോ, ലക്ഷങ്ങളുടെ നഷ്ടം വന്നേനെ നമുക്ക്. ബാക്കിലെ ഗ്ലാസ്സൊക്കെ പൊട്ടി പണിയാവും, ഫുള്ള് പണിയാവും. ഓക്കെ 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 നൈസായിട്ട് അങ്ങ് വണ്ടി നമ്മൾ ഇറക്കിയിട്ടുണ്ട്. എടാ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആ അമ്മ കുഴപ്പമൊന്നുമില്ല. ഞാൻ സ്റ്റെപ്പിൻ്റെ അവിടെ നിൽക്കുമായിരുന്നേ, ആൾക്കാരെല്ലാം കയറ്റി വിട്ടിട്ട്. അപ്പോഴാണ് ആ ട്രെയിലർ വണ്ടി വന്ന് ഇടിച്ചത്. ഞാൻ ജസ്റ്റ് മുന്നോട്ടായി തല ജസ്റ്റ് ഒന്ന് ഇടിച്ചായിരുന്നു, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും ആ പട്ടി ആ ട്രെയിലർ കൊണ്ട് എന്തോ വരത്തോ വന്നത്. അവൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണം. ആ എടാ സത്യം, അവൻ്റെ ലൈസൻസ് ഒക്കെ ക്യാൻസൽ ചെയ്യണം. എന്തായാലും നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, എനിക്കും കുഴപ്പമൊന്നുമില്ല. ഞാനിങ്ങനെ സ്റ്റിയറിങ്ങെ പിടിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു, അതുകൊണ്ട് വലിയ സീനില്ല. പിന്നെ ബാക്കിലിരുന്നവർക്ക് ആർക്കും ഒന്നും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു, അതുകൊണ്ട് വലിയ ഇതില്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇറക്കത്ത് ബ്രേക്ക് കിട്ടാതെ വന്നതാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ വല്ല റേസ് വെച്ചത് വല്ലതും ആയിരിക്കും. ചിലപ്പോൾ നമ്മളുമായിട്ട് നമ്മളെ ഓവർടേക്ക് ചെയ്ത് കയറുന്ന ഇത് വെച്ചതായിരിക്കും. എന്തായാലും പണി കിട്ടി അവന് തന്നെ, നമ്മളെ ഓവർടേക്ക് ചെയ്യാൻ നോക്കിയിട്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ ദൂരമായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, എന്തായാലും ഈ സ്ഥലമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ഇനിയും വീഡിയോ ഒക്കെ എടുക്കാം. ഫുള്ള് വളവും തിരിവും ഒക്കെയാണ്. ഇനി ഇതേ വരുന്ന ഒരു ട്രെയിലർ. ഓക്കെ, നമ്മുടെ ടൂറിസ്റ്റ് ബസ്സായിട്ട് നമ്മൾ വരുമ്പോൾ എപ്പോഴും ചായ കുടിക്കുന്ന ഒരു സ്ഥലമാണ് ഗൈസ് ഇത്. എൻ്റെ മുമ്പത്തെ വീഡിയോ എടുത്ത് അയ്യോ ഇപ്പോൾ ഇടിച്ചേനെ, ഫുള്ള് ഒടിച്ചുകൊണ്ട് രക്ഷപ്പെട്ട്. എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ നമ്മളിവിടെയാണ് ചായ കുടിക്കാനൊക്കെ വന്നത്. എന്തായാലും അവൻ ആ റിവേഴ്സിലോട്ടിരുന്ന് എടുക്കുമല്ല, നമ്മൾ വളച്ചിട്ട് അങ്ങനെ തന്നെ അങ്ങ് നിൽക്കുവാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ കുറേ നേരത്തെ റൈഡിന് ശേഷം നമ്മൾ എത്തിയിട്ടുണ്ട്. വീണ്ടും നമ്മുടെ ഫ്രണ്ടിലാണ് നമുക്ക് പണി തന്നുകൊണ്ടിരുന്ന ഒരു ട്രെയിലറാണ്. എന്തായാലും നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്, നമ്മുടെ ആ ഒരു ബസ് സ്റ്റാൻഡിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഗായ്സ്. അങ്ങനെ നമ്മൾ ഒരു തൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഡാ ചുമ്മാതിരിയടാ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമ്മൾ തിരിച്ചു പോകുന്ന റിട്ടേൺ വീഡിയോ വേണേൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഇവിടുന്ന് ഇനി നമ്മൾ തന്നെയാണ് തിരിച്ചു പോകേണ്ടതും. ഓക്കെ, ഇപ്പോൾ ഒരു 6 മണി 5:45 6 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. എന്തായാലും ഇവിടെ വണ്ടി നിർത്തിയിട്ട് പോയാൽ മതി, നമുക്ക് അവിടെ കാണാം, നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലമൊക്കെ കാണും. ഓക്കെ ഇത് ഇവിടെ സൈഡിലായിട്ടൊരു പെട്രോൾ പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അവിടോട്ടൊന്നും കയറ്റാം, നമുക്ക് നമ്മുടെ ബസ് സ്റ്റാൻഡിലോട്ട് നേരെ അങ്ങ് കയറ്റാം. ഓക്കെ, ഇവിടാണ്. അവിടെ ചെന്ന് ആൾക്കാരെ എല്ലാം ഇറക്കണം, എന്നിട്ട് വണ്ടി എവിടെയെങ്കിലും സേഫായിട്ട് പാർക്ക് ചെയ്തിടണം. ഓക്കെ, എല്ലാവരും ഇറങ്ങിക്കോ. ഓക്കെ, എല്ലാവരും അപ്പോഴത്തേക്ക് കർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റായിട്ടുണ്ട്, ഉറങ്ങുമായിരുന്നെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതെ ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതെന്തുവാണ് പൊടി പിടിച്ച വണ്ടിയാണ്, വർഷങ്ങളായിട്ട് എടുക്കാതിട്ടേക്കുവാന്ന് തോന്നുന്നു. സത്യം, ഇനി ഇതിൻ്റെ അടുത്ത് നമ്മുടെ KSRTC കിടക്കുന്നതുകൊണ്ട് ഇവനെ ഇനിയും എടുത്ത് മറിച്ച് വിൽക്കുമോയെന്ന് അറിയത്തില്ല. ഓക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എല്ലാ അക്കൗണ്ടുകളൊന്ന് ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. രണ്ടുപേരും ഇവിടെ നിൽപ്പുണ്ട്, ഇനി ഇറങ്ങി വാടാ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വണ്ടി ഫുള്ള് പൊടിയായി അവിടെ നിന്ന് വരെ വന്നപ്പോഴത്തേക്ക് ഇനിയും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ.